ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഷെയ്ൻ നിഗം നായകനായി എബി ട്രീസ പോളും ആൻഡ്രോ ജോസ് പെരേരയും ചേർന്ന് സംവിധാനം ചെയ്ത് ജൂൺ 7 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് ലിറ്റിൽ ഹാർട്സ്. മഹിമ നമ്പ്യാർ, ബാബുരാജ്, ഷൈൻ ടോം ചാക്കോ, ജാഫർ ഇടുക്കി, രഞ്ജി പണിക്കർ എന്നിങ്ങനെ മികച്ച താരനിരയുമായി വന്ന് മികച്ച ഒരു കോമഡി എന്റർടൈനർ സിനിമ എന്ന് പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്തിരിക്കുന്ന ഈ സിനിമയുടെ ആദ്യ 3 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിലും യൂറോപ്പ് ഉൾപ്പെടെ വിവിധ വിദേശ രാജ്യങ്ങളിലും ചിത്രം റിലീസ് ചെയ്യപ്പെട്ടെങ്കിലും GCCയിൽ ഈ ചിത്രത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയായിരുന്നു. ഈ ചിത്രത്തിന്റെ 3 ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് ഏകദേശം 60 ലക്ഷത്തോളം രൂപയാണ്. GCC ഒഴികെ ചിത്രത്തിന്റെ 3 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് ഏകദേശം 75 ലക്ഷം രൂപയാണ്. ഈ ചിത്രത്തിന്റെ ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്നത് ഏകദേശം 4 കോടി രൂപയോളമാണ്. ജൂൺ 7 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തി മികച്ച അഭിപ്രായം നേടിയെടുത്ത ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയാണ് ഗോളം. നവാഗതനായ സംജാത് സംവിധാനം ചെയ്ത ഈ സിനിമയിൽ രഞ്ജിത്ത് സജീവ്, ദിനീഷ് പോത്തൻ എന്നിവരാണ് പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നത്. വളരെ മികച്ച അഭിപ്രായം നേടിയെടുത്ത് മുന്നേറുന്ന ഈ സിനിമ ആദ്യ 3 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ 70 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. 3 കോടി ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമ മികച്ച തുടക്കമാണ് ആദ്യ 3 ദിവസം കൊണ്ട് തന്നെ നേടിയെടുത്തിട്ടുള്ളത്. പൃഥ്വിരാജ്, ബേസിൽ ജോസഫ് എന്നിവർ പ്രധാന താരങ്ങളായി വിപിൻദാസ് സംവിധാനം ചെയ്ത് മെയ് 16 തിയേറ്ററിലെത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത സിനിമയാണ് ഗുരുവായൂർ അമ്പലനടയിൽ. ചിത്രം ഇന്നലെ ഞായറാഴ്ചയോടെ 25 ദിവസമാണ് പിന്നിട്ടിരിക്കുന്നത്. 25ാം ദിവസമായ ഇന്നലെ ഞായറാഴ്ച ഈ ചിത്രം കേരള ഗ്രോസ് കളക്ഷനായി 60 ലക്ഷത്തോളം രൂപ കളക്ട് ചെയ്തിരുന്നു. അങ്ങനെ കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി 25 ദിവസം കൊണ്ട് 45 കോടിയിൽ പരം രൂപയാണ് ഈ ചിത്രം കളക്ട് ചെയ്തിട്ടുള്ളത്. ചിത്രത്തിന്റെ 25 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് ഏകദേശം 88 കോടിയോളം രൂപയാണ്. ബിജുമേനോൻ, ആസിഫ് അലി എന്നിവർ പ്രധാന താരങ്ങളായി ജിസ് ജോയ് സംവിധാനം ചെയ്ത് മെയ് 24 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് തലവൻ. മികച്ച അഭിപ്രായം നേടിയെടുത്ത ഈ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമ ഇന്നലെ 3ാമത്തെ ഞായറാഴ്ച കൂടിയായ 17 ദിവസമാണ് പിന്നിട്ടിരിക്കുന്നത്. ഇന്നലെ കേരള ഗ്രോസ് കളക്ഷനായി 60 ലക്ഷത്തോളം രൂപ സ്വന്തമാക്കിയ ഈ സിനിമ ആദ്യ 17 ദിവസം പിന്നിടുമ്പോൾ കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി 12 കോടിയോളം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. ഈ ചിത്രം 17 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 20 കോടിയോളം രൂപയാണ് നേടിയെടുത്തിട്ടുള്ളത്. മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ മമ്മൂട്ടി നിർമ്മിച്ച് മിഥുൻ മാനുവൽ തോമസ് തിരക്കഥയെഴുതി വൈശാഖ് സംവിധാനം ചെയ്ത് മെയ് 23 വ്യാഴാഴ്ച തിയേറ്ററിലെത്തി മികച്ച അഭിപ്രായം നേടിയെടുത്ത് ലോകമെമ്പാടുമായി വൻ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന ടർബോ എന്ന സിനിമയുടെ 3ാമത്തെ ഞായറാഴ്ച കൂടിയായ 18 ദിവസമാണ് ഇന്നലെ പിന്നിട്ടത്. കേരളത്തിൽ പ്രദർശനം തുടരുന്ന മലയാള സിനിമകളിൽ ഇന്നലെ ഞായറാഴ്ച ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്തത് ടർബോ തന്നെയാണ്. ഇന്നലെ ഈ ചിത്രം കേരള ഗ്രോസ് കളക്ഷനായി ഏകദേശം 85 ലക്ഷത്തോളം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. 18 ദിവസം പിന്നിടുമ്പോൾ കേരള ഗ്രോസ് കളക്ഷനായി 35 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്തിരിക്കുന്ന ഈ സിനിമയുടെ ഇന്നലെ ഞായറാഴ്ച വരെയുള്ള 18 ദിവസത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ സംബന്ധമായ ഔദ്യോഗിക പോസ്റ്റർ ഇന്ന് പ്രസിദ്ധീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ തിങ്കളാഴ്ച ഈ ചിത്രത്തിന്റെ 11 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പോസ്റ്റർ മമ്മൂട്ടി കമ്പനി പ്രസിദ്ധീകരിച്ചിരുന്നു. 70 കോടിയുടെ കളക്ഷൻ പോസ്റ്റർ പ്രസിദ്ധീകരിച്ച ശേഷം ഈ ചിത്രത്തിന്റെ കളക്ഷൻ സംബന്ധമായ വിവരങ്ങൾ ഔദ്യോഗികമായിട്ടോ ട്രാക്കർമാരോ പുറത്തുവിട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ ചിത്രത്തിന്റെ 75-80 കോടി റേഞ്ചിലുള്ള കളക്ഷൻ പോസ്റ്റർ ആയിരിക്കും പുറത്തു വരിക എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ 5 ചിത്രങ്ങളെക്കുറിച്ചും വീഡിയോ സംബന്ധമായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.